വിദ്യാരംഗം കലാസാഹിത്യവേദി വായനാ ദിനാഘോഷം നടത്തി. കുണ്ടറ കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കുണ്ടറ കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. കവിയും അധ്യാപകനുമായ സജീവ് നെടുമൻകാവ് ഉദ്ഘാടനം നിർവഹിച്ചു. കവിതകളിലൂടെ കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. അതുപോലെ കുറെ ദിവസങ്ങൾ വായിക്കില്ല. ഞാൻ കൂടി പോയാൽ 30 ദിവസം 100 ദിവസം വായിക്കുന്നുണ്ടാവില്ല. എന്തുകൊണ്ട് നല്ലത് ആരെയും കാണിക്കാനില്ല. എല്ലാവരും ചോദിക്കും സാധനത്തിന്റെ സ്റ്റാറ്റസ് ഉണ്ട് വായിക്കല്ലേ. ഞാൻ വായിച്ചു കാണാതിരിക്കാനില്ല. എന്റെ സ്റ്റാറ്റസ് 10 രൂപ കാണും. അത് 300 രൂപ കുട്ടികളാണ്. സാറ് വായിക്കുന്നു, ഞങ്ങളെ സാറ് വായിക്കുന്നു. ഞാൻ എപ്പോഴും വായിക്കണമെന്ന് ആർക്കെങ്കിലും ഒന്ന് തോന്നിയാൽ അവൻ വായിക്കട്ടെ അവളെ വായിക്കട്ടെ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല അത് ഞാൻ വായിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിക്കും. ഒരു 10 വർഷങ്ങളെങ്കിലും അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് കേട്ടിട്ട് സന്തോഷിച്ച് കൊള്ളാന്ന് പറയുന്നത് ആ പൊടി തട്ടി പോകരുത്. നിങ്ങൾ ഇന്ന് നേരെ ഇത് കഴിഞ്ഞിട്ട് ലൈബ്രറിയിൽ ചെന്നിട്ട് പുസ്തകം ആവശ്യപ്പെടണം. പുസ്തകം ആവശ്യപ്പെടുന്ന നല്ല കൾച്ചർ വേണം. അതാ പുസ്തകം തിരിച്ചു കൊടുക്കുന്ന നല്ല കൾച്ചർ ഉണ്ടാവും. പള്ളിക്കൂടത്തിലെ പുസ്തകമാണ്. അപ്പൊ ചോദിക്കും പി എൻ പഠിക്കൽ മാത്രമാണോ? അല്ല, അദ്ദേഹം മാത്രമൊന്നുമില്ല. അദ്ദേഹമാണ് നാടുനീളെ നടന്ന ഈ ലൈബ്രറികളൊക്കെ സ്ഥാപിച്ചത്, പുസ്തകം വായിക്കാൻ പഠിച്ചത്. ചങ്ങാതികളെ നല്ലൊരു പുസ്തകം നമ്മളെയെല്ലാം വായിപ്പിക്കാൻ പാടുകൾ വെട്ടൊരു അതാണ് പി എൻ പഠിക്കൽ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആദരവ് സജീവ് നെടുമൻകാവ് ഏറ്റുവാങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു അധ്യക്ഷത വഹിച്ചു. BR മിനി സ്വാഗതം പറഞ്ഞു. സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്റർ അബീറ്റ ജോയി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. വായനശാല സന്ദർശനം, വായനാ ദിന ക്വിസ്, ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസരചന, പ്രസംഗ മത്സരം, ക്യാപ്ഷൻ രചന എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.